അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യത്തിന് ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് വറുത്ത പച്ചരിപ്പൊടിയാണ് എടുക്കുന്നത്. ഒട്ടും തരിയൊന്നുമില്ലാത്ത ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത പച്ചരിപ്പൊടി വേണം ഇതിനായിട്ട് എടുക്കാൻ. അപ്പോൾ 2 കപ്പ് അരിപ്പൊടി ഇതാ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് ഈ മാവും ഈ ചിരകിയ തേങ്ങയും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിനായിട്ട് പുട്ടുപൊടിയൊന്നും എടുക്കരുത്. അപ്പോൾ മാവും ചിരകിയ തേങ്ങയായിട്ട് നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഒരു കടായിലേക്ക് 250 ml കപ്പിന് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഏത് കപ്പിലാണോ മാവ് അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിൻ്റെ അളവിൽ തന്നെ 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ തന്നെ അരിപ്പൊടി അളന്നെടുക്കുക, തേങ്ങയും അതേ ഗ്ലാസിൻ്റെ അളവിലെടുക്കുക, വെള്ളവും അതേ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ എടുക്കുക. ഞാനിപ്പോൾ അളവ് കപ്പിലാണ് എടുത്തിട്ടുള്ളത്. 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ തന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച അരിപ്പൊടിയും തേങ്ങയും മിക്സ് ചെയ്ത അരിപ്പൊടി ഉണ്ടല്ലോ, ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. മുഴുവനും അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ അരിപ്പൊടി വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ നന്നായിട്ട് ഇതാ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അരിപ്പൊടി വെള്ളമായിട്ട് നല്ലോണം യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇതുപോലത്തെ ഒരു മാഷർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാഷർ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ആക്കി കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ആ ചൂടോടുകൂടി തന്നെ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ മാഷർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ അല്ലെങ്കിൽ ബൗളോ ഇടികല്ലോ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ആക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കൈ വെച്ച് കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആക്കി കൊടുക്കുന്ന സമയത്ത് നല്ലോണം കുഴഞ്ഞ് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ മാവ് ഒന്ന് കുഴച്ചെടുത്ത് നമുക്ക് സമയം ഒന്ന് മൂടി വയ്ക്കാം. ഇതിൻ്റെ ചൂടാണ്, നല്ല ചൂടാണ്. ഇതിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് മാറണം. അപ്പോൾ ഇത് നല്ല ചൂടാണ്. ഇതിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് മാറിക്കിട്ടണം. ഈ ഒരു സമയം കൊണ്ട് ഇപ്പോൾ 1 കിലോ മട്ടൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എല്ലോട് കൂടിയ മട്ടൻ കഷ്ണങ്ങളാണ് കഴുകി വൃത്തിയാക്കി കുക്കറിൽ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് തക്കാളി ഇതിലേക്ക് ചേർക്കാം. വലുതാണെങ്കിൽ 1 മതിയേ. 2 പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളകാണ് 2 റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൈകൊണ്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി എടുക്കുക. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇതിലേക്ക് ചേർക്കുന്നത് മീറ്റ് മസാലയോ അല്ലെങ്കിൽ മട്ടൻ മസാലയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മട്ടൻ മസാല 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി കുക്കർ മൂടി വെച്ച് 3-4 വിസിൽ കേൾക്കുന്നത് വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കുക. അപ്പോൾ മട്ടനൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കുക, എന്നാൽ മാത്രമേ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുള്ളൂ. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 3
മീഡിയം സൈസ് ചെറിയ സവാള ഉണ്ടല്ലോ, അത് ഇതുപോലെ നേരിയതായിട്ട് അരിഞ്ഞെടുത്തത് ചേർക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു 25 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞെടുത്തതും കൂടി ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയാണ് ഇതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പൊക്കെ ലാസ്റ്റിൽ കുറവുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നല്ലൊരു ഗോൾഡൻ നിറാവുന്നത് വരെ സവാളയും ഉള്ളിയും ഒന്ന് വഴന്ന് വരണം. ഇപ്പോൾ സവാളയും ഉള്ളിയും വഴന്ന് ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഒരുപാടൊന്ന് മുരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല. ഇതുപോലെ വഴന്നൊരു ഗോൾഡൻ നിറമാവുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ 20 അല്ലി വെളുത്തുള്ളി അല്ലികൾ ചതച്ചാണ് എടുത്തിട്ടുള്ളത്. വലിയ വെളുത്തുള്ളി അല്ലികളാണെന്നുണ്ടെങ്കിൽ ഒരു 12 ഒക്കെ എടുത്താൽ മതിയാവും. പിന്നെ ഇതിലേക്ക് 2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചാണ് എടുത്തിട്ടുള്ളത്. പൊടിയായിട്ട് അരിഞ്ഞെടുക്കുകയോ ചതച്ചോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 20 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ചച്ചുവ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം. ഇതിലേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചെടുത്തതാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് പച്ചമണം മാറി കിട്ടുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്ത് പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൺ വെന്തോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 4 വിസിൽ കേട്ടതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കി. ഇപ്പോൾ ആവിയെല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മളെടുക്കുന്ന മട്ടൺ അനുസരിച്ച് വേവിനും വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ മട്ടനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അഥവാ വെന്തില്ല എന്നുണ്ടെങ്കിൽ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലും കൂടെ കേൾപ്പിക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൺ ആ വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്നതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു സമയം ഉപ്പൊക്കെ നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർക്കാം. ഒരു 1/4 കപ്പ് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മൂടി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വരുന്നതിന് വേണ്ടിയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം മൂടി വെച്ച് നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 8 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് വരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില മുറിച്ചത് ചേർക്കാം. അപ്പോൾ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരുപാടിട്ട് വറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ പെട്ടെന്ന് അടിപൊളി ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കുറച്ച് സമയമായി. ചെറുതായിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ചൂടില്ല, ചെറിയൊരു ചൂടേ ഉള്ളൂ. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, കണ്ടില്ലേ? ഇനി നമുക്ക് മാവ് കുഴച്ച് ഉരുട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആവശ്യത്തിനുള്ള മാവ് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ മാത്രം മതി. ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഒരു ചപ്പാത്തിക്കൊക്കെ നമ്മൾ ഉരുട്ടിയെടുക്കില്ലേ, ആ ഒരു വലിപ്പത്തിൽ ഉരുളകൾ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഉരുളകൾ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഞാൻ ഈ ഉരട്ടി തയ്യാറാക്കുന്നത് ഉരട്ടി പ്രസ് ഒന്നും ഇല്ലാതെ നമ്മൾ കൈ കൊണ്ട് പരത്തിയൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഈസി ആയിട്ട് തന്നെ നമുക്കൊരു പ്ലാസ്റ്റിക് ഷീറ്റോ ബട്ടർ പേപ്പറോ വാഴയില ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പരത്തി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. വാഴയില എടുത്തതിന് ശേഷം 2 എണ്ണം ഇതുപോലെ വെച്ച് കൊടുക്കുക. കുറച്ചും കൂടെ വലിയ വാഴയില ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 4 എണ്ണം വരെ വെച്ച് കൊടുക്കാം. എന്നിട്ട് വാഴയില ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു വാഴയില വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു തട്ടോ ഒരു പ്ലേറ്റോ വെച്ചിട്ട് ഒരു കുറച്ച് വലുപ്പമുള്ള തട്ടോ പ്ലേറ്റോ വെച്ചിട്ട് ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം, പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ലതുപോലെ പരന്ന് കിട്ടും. അതുപോലെ പരത്തി എടുത്തതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, അത് അടിപൊളിയായിട്ട് പരന്ന് വന്നിട്ടുണ്ട്. ഇത് ഒരെണ്ണം വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരത്തി എടുക്കാവുന്നതാണ്. പ്രസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ കൈ വെച്ച് നമുക്ക് പരത്തി ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഈസി ആയിട്ട് നമുക്ക് ഉരട്ടി റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ വാഴയിലയിൽ ഉരട്ടി പരത്തുന്നത് കാണിച്ചു. ഇനി വാഴയില ഇല്ലാത്തവർക്ക് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മാവ് ജസ്റ്റ് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പരത്തിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഒന്നിൽ കൂടുതലും വലിയ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതലും വെച്ച് കൊടുക്കാം. വേറൊരു പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് കൊടുക്കുക. ഇനി തട്ട് വെച്ചിട്ട് ഒന്ന് തിരിച്ചു കൊടുത്താൽ മാത്രം മതി. ഒന്ന് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ അത് നല്ലതുപോലെ പരന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കനം കുറച്ച് നല്ലോണം പരത്തിയെടുക്കാൻ പറ്റും. പ്രസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം മാവും പരത്തിയെടുക്കാം. ഇനി നമ്മൾ പരത്തിയെടുത്ത ഓരോ മാവും ചൂടായി കിടക്കുന്ന ഒരു തവയിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരു വശം കുക്കാവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടാണെന്നുണ്ടെങ്കിൽ 2-3 ഒക്കെ തവയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു വശം ചെറിയൊരു ഗോൾഡൻ, അവിടെ ഡോട്ട് പോലെ ചെറിയൊരു ഗോൾഡൻ നിറാവണം. ആ ഒരു സമയത്താണ് ഇത് തിരിച്ചിടേണ്ടത്. ഉരട്ടി കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത ഉരട്ടി ഇതുപോലെ നമുക്ക് പരത്തിയെടുക്കാവുന്നതാണ്. തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു ചെറിയ ഡോട്ട് പോലെ ഗോൾഡൻ നിറാവും. ഈ വശവും അതുപോലെ തന്നെ ആവും. മീഡിയം ഫ്ലെയിം തന്നെ വെച്ച് കൊടുക്കുക. ഈസിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. കുറച്ചും കൂടെ വലിയ തവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2-3 ഒക്കെ ഇട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ 2 വശവും ഇതാ കുക്കായിട്ടുണ്ട്. കണ്ടില്ലേ, ചെറിയ ഡോട്ട് പോലെ ഒരു ഗോൾഡൻ നിറാവും. അപ്പം നമുക്ക് ഇത് എടുത്ത് മാറ്റാം. ബാക്കി ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഉരട്ടി എല്ലാം ഇതാ ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്നാണ് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത്. അപ്പം നമ്മുടെ ട്രിവാൻഡ്രംകാരുടെ സ്വന്തം ഒറോട്ടിയും അതുപോലെ തന്നെ മട്ടൻ കറിയും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് രാവിലെ ചുട്ടെടുത്തിട്ട് രാത്രി ആയാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി ഉരട്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉരട്ടി പ്രസ്സോ അല്ലെങ്കിൽ കൈകൊണ്ട് പരത്തിയോ മാവ് കുഴച്ച് ബുദ്ധിമുട്ടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഉരട്ടി ഇരിക്കുന്നത്. അപ്പോൾ എത്ര തണുത്ത് കഴിഞ്ഞാലും നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഉരട്ടിയും മട്ടൻ കറിയും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്